നമസ്കാരം. വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണൻ രാഷ്ട്രീയ നേതാക്കളുടെ പൊളിറ്റിക്കൽ ഫണ്ടറായിരുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്ത്. മൂവാറ്റുപുഴയിലെ ഓഫീസിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ ഡയറികളിലാണ് പ്രതി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് നൽകിയ പണത്തിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് 25 ലക്ഷം രൂപ നൽകിയതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി അനന്തുകൃഷ്ണനുമായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് പണം കൈമാറിയതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറി കണ്ടെത്തിയത്. പ്രതിയുടെ ഐപാഡിൽ നിന്ന് കൂടുതൽ സംഭാവനയുടെ ഡിജിറ്റൽ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് 25 ലക്ഷം രൂപ നൽകിയതിന്റെ തെളിവുകൾ ഐപാഡിൽ നിന്നും കണ്ടെത്തിയെന്നാണ് വിവരം. പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾക്ക് ലക്ഷങ്ങൾ നൽകിയതിന്റെ കണക്കുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നേതാക്കളുടെ പേര് വിവരങ്ങൾ തെളിവായി ലഭിച്ചതോടെ ഒരു വിവരങ്ങളും പുറത്തു പോകരുതെന്ന കർശന നിർദ്ദേശമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കേസിൽ കൂട്ടുപ്രതികളാകുമെന്ന ഭീതിയാണ് ഇത്തരമൊരു നിർദ്ദേശത്തിന് പിന്നിലെന്നാണ് സൂചന. രാഷ്ട്രീയക്കാർക്ക് പുറമെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പണം നൽകിയതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കേസുകൾ ഉണ്ടായപ്പോൾ അനന്തുകൃഷ്ണൻ രക്ഷപ്പെട്ടത് ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചാണെന്നതും അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. 2019 കൂൺ കൃഷി തട്ടിപ്പിലൂടെ തുടങ്ങിയ പ്രതിയുടെ തട്ടിപ്പ് ശൃംഖലയ്ക്കാണ് താൽക്കാലികമായി പിടിവീണിരിക്കുന്നത്. തട്ടിപ്പ് പണത്തിന്റെ വീതം വെക്കലിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കുമടക്കം കൈക്കൂലിയായി പണം കിട്ടിയിട്ടുണ്ടെന്ന വിവരമാണ് പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്താനായത്. ഈ വിവരം പുറത്തു വന്നതോടെ അന്വേഷണ സംഘവും പ്രതിസന്ധിയിലാണ്. അനന്തുകൃഷ്ണന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പ് പണത്തിന്റെ വീതം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തു വരുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണണം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. വടക്കൻ കേരളത്തിൽ പാതിവില തട്ടിപ്പിൽ വ്യാപക പരാതികൾ. കണ്ണൂർ ജില്ലയിൽ മാത്രം പരാതികളുടെ എണ്ണം 2800 കടന്നു. വയനാട്ടിൽ മാത്രം 20 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. അതിനിടെ പാലക്കാട് നിന്ന് പിരിച്ചെടുത്ത പണം തിരിച്ചു നൽകുമെന്ന് സീഡ് സൊസൈറ്റിയുടെ ഗ്രൂപ്പിൽ സന്ദേശമെത്തി. കാസർഗോഡ് ജില്ലയിൽ നടന്ന തട്ടിപ്പ് കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. കണ്ണൂരിലെ മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം 644 പരാതികൾ ലഭിച്ചു. സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു ജില്ലയിലെ ഭൂരിഭാഗം തട്ടിപ്പും. ജില്ലയിലെ സീഡ് സൊസൈറ്റി കോർഡിനേറ്റർമാർക്കെതിരെയും പോലീസ് കേസെടുത്തു. നാഷണൽ NGO കോൺഫറേഷൻ വഴി ഫെസിലിറ്റേറ്റിംഗ് ചാർജ് ഇനത്തിലും പണം പിരിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി അനന്തുകൃഷ്ണനും KN ആനന്ദകുമാറും വഞ്ചിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വയനാട്ടിലും പരാതി പ്രവാഹം. ജില്ലയിൽ 2000-ഓളം ആളുകളിൽ നിന്നായി 20 കോടി തട്ടിയെടുത്തെന്നാണ് പ്രാഥമിക നിഗമനം. ഇതുവരെ 366 പരാതികൾ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി, കമ്പളക്കാട് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലായി ലഭിച്ചു. പാലക്കാട്, കൊല്ലങ്കോട് മാത്രം 290 പേരാണ് തട്ടിപ്പിനിരയായത്. ഇതിനിടെ സീഡ് സൊസൈറ്റിയുടെ കൊല്ലങ്കോട്ടെ ഗ്രൂപ്പിൽ പണം മടക്കി നൽകുമെന്ന സന്ദേശവുമെത്തി. കാസർഗോഡ് കുമ്പടാജി പഞ്ചായത്തിലെ മൈത്രി വായനശാല കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. 33 ലക്ഷം രൂപയാണ് അനന്തുകൃഷ്ണന്റെ പ്രൊഫഷണൽ ഇന്നോവേഷൻ സർവീസസ്, ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്നീ സംഘടനകളുടെ അക്കൗണ്ടിലേക്ക് വായനശാലയുടെ അക്കൗണ്ട് വഴി കൈമാറ്റം ചെയ്യപ്പെട്ടത്. അതിനിടെ തട്ടിപ്പിനിരയായവർ വടക്കൻ പറവൂർ കോടതി പരിസരത്ത് ഒത്തുചേർന്നു. തട്ടിപ്പിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനാണ് പരാതിക്കാരുടെ നീക്കം. വിവിധ ജില്ലകൾക്കൊപ്പം 24 കാസർഗോഡ്. പാതിവില തട്ടിപ്പിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്. കഴിഞ്ഞ വർഷം അനന്തുകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് ഫ്രീസ് ചെയ്തിരുന്നു. ഇതിൽ ഒരു FIR പോലും ഉണ്ടാവാത്തതിന് പിന്നിൽ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന KM എബ്രഹാമിന്റെ ഇടപെടലെന്ന് ലാലി വിൻസെന്റ് ആരോപിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷന്റെ ആനന്ദകുമാറിന്റെ കൂടെ തന്നെയുള്ള ഒരു ഡയറക്ടറാണ് ബേബി കോഴിക്കോട്ടുകാരനാണ്. ബേബിയുടെ ബന്ധുവാണ് ചീഫ് സെക്രട്ടറി ആയിരുന്ന KM എബ്രഹാമിനെ കൊണ്ട് DIGക്ക് അപ്പോയിന്റ്മെന്റ് എടുപ്പിച്ച് ഇവരെ, ഈ ബേബിയും ബീന സെബാസ്റ്റ്യനും കൊച്ചനേൻ എന്ന് വിളിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജോണും പിന്നെ ഒരു പ്രസാദും എല്ലാവരും കൂടെ ചേർന്ന് DIGയെ പോയി കണ്ട് DIG വഴി SP-ക്കും SP വഴി മറ്റു പല പോലീസ് ഓഫീസർമാർക്കും ഇത് അന്വേഷിക്കുന്നതിനും ഇവരെ സഹായിക്കുന്നതിനും വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണല്ലോ ഒക്ടോബർ 3 ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ ഈ ജനുവരി 31 അനന്തുകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഒരു FIR ഇല്ലാതിരുന്നത്. ഈ KM എബ്രഹാമിന്റെ ബന്ധു ബേബിയാണ് ഇവരുടെ പൊന്നുരുന്തിയിലുള്ള NGO കോൺഫെഡറേഷന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി. KM എബ്രഹാമിന്റെ ബന്ധുവായ ബേബിയാണ് കൊച്ചി പൊന്നുരുന്നിയിലുള്ള NGO കോൺഫെഡറേഷൻ ഓഫീസ് കൈകാര്യം ചെയ്യുന്നതെന്നും ലാലി വിൻസെന്റ് ആരോപിക്കുന്നുണ്ട്.
അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഈ വിവാദത്തിനിടെ കെ എം എബ്രഹാമിന്റെ പങ്കുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റ് ഉയർത്തുന്ന ആരോപണം എന്താണ്? അവരെന്താണ് വിശദീകരിക്കുന്നത്? അമൽ സുരേന്ദ്രൻ. ടി കെ റീജത്ത്, നമ്മൾ പാതിവില തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ വന്ന സമയം തൊട്ട് ലാലി വിൻസെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ലാലി വിൻസെന്റിന്റെ ആരോപണങ്ങൾ, അവർക്ക് പറയാനുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെയെല്ലാം പുറത്തു വന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ലാലി വിൻസെന്റ് പുതുതായി നമുക്ക് നൽകുന്ന വിവരം എന്ന് വെച്ചാൽ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാമിന് ഈ ഒരു കേസിലുള്ള പങ്കിനെ കുറിച്ചാണ് വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ പുതിയ ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കെ എം എബ്രഹാമിന്റെ ബന്ധുവായിരുന്ന ബേബിയാണ് നാഷണൽ NGO കോൺഫെഡറേഷന്റെ പൊന്നുരുന്നിയിലുള്ള ഓഫീസ് മേൽനോട്ടം നടത്തിക്കൊണ്ടിരുന്നതെന്നും ഈ നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ബേബിയുടെ സ്വാധീനം കെ എം എബ്രഹാമുമായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ബന്ധം ഈ ഒരു കേസിന് വേണ്ടി ഉപയോഗിച്ചെന്നും 2024 ഒക്ടോബർ മാസം 3-ാം തീയതി ഈ കേസിൽ ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ പോലീസ് കളമശ്ശേരിയിലുള്ള ഈ അനന്തുകൃഷ്ണന്റെ സ്വകാര്യ അക്കൗണ്ട് അല്ലെങ്കിൽ അനന്തുകൃഷ്ണന്റെ കമ്പനി അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് അനന്തുകൃഷ്ണനും ബേബിയും കെ എം എബ്രഹാമിനുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് DIG ചെന്ന് കാണുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് ഈ ഒരു കേസിൽ ഒരു FIR ഇടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴെല്ലാം എന്തുകൊണ്ടാണ് FIR ഇടാത്തത് എന്നതിനെക്കുറിച്ച് വലിയൊരു ചോദ്യചിഹ്നം നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു. അതിന് ഉത്തരം നൽകിയാണ് ലാലി വിൻസെന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഗുരുതരമായ ആരോപണമാണ് ലാലി വിൻസെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലാലി വിൻസെന്റിന് ഹൈക്കോടതി സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. അറസ്റ്റിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിസരത്ത് നിന്നുകൂടി കൊണ്ടാണ് കുറെ കൂടി ധൈര്യം സംഭരിച്ചുകൊണ്ട് ലാലി വിൻസെന്റ് ആരോപണങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നത്. ടി കെ റീജിത്ത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കോഴിക്കോട്ടും പരാതി വരുന്നു. കോഴിക്കോട് ജില്ലയിൽ ജനശ്രീ മിഷൻ വഴിയും പാതിവില തട്ടിപ്പ് നടന്നു എന്നാണ് പരാതി. ജനശ്രീ മിഷൻ കോട്ടൂർ മണ്ഡലം ചെയർമാനും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അലി കൂട്ടുമാവുള്ളതിനെതിരെയാണ് പരാതി. 64,000 രൂപ ജനശ്രീ ചെയർമാൻ വാങ്ങി എന്നാണ് ബാലുശ്ശേരി സ്വദേശിനിയുടെ പരാതി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, എന്താണ് ഈ പരാതി? രാഹുൽ. ടി കെ, പാതിവില തട്ടിപ്പിൽ കൂടുതൽ രാഷ്ട്രീയ സംഘടനകളും നേതാക്കളും ഉൾപ്പെട്ടു എന്നതിന്റെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ ജനശ്രീ മിഷൻ വഴി തട്ടിപ്പ് നടന്നു എന്ന് കാണിച്ചാണ് ബാലുശ്ശേരി സ്വദേശിനി ഇപ്പോൾ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിൽ പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ജനശ്രീ മിഷൻ കോട്ടൂർ മണ്ഡലം ചെയർമാനും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള മുഹമ്മദ് അലി കൂട്ടുമാവുള്ളതിൽ തന്റെ കയ്യിൽ നിന്നും 64,000 രൂപ വാങ്ങി പാതിവിലയിൽ ആക്റ്റീവ സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 17-ന് ഈ പണം വാങ്ങിയത്. പക്ഷേ 4 മാസത്തിനുള്ളിൽ ഈ വാഹനം നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും വാഹനം നൽകിയിട്ടില്ല. പണം തിരികെ ചോദിക്കുമ്പോൾ ആ പണം നൽകാതെ ഒളിച്ചു കളിക്കുകയാണെന്നും ഈ പരാതിയിൽ പറയുന്നു. തന്നെ പോലെ നിരവധി ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളവർ ആരും തന്നെ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ തനിക്ക് ഈ പണം തിരികെ നൽകണം, അതിൽ പോലീസിന്റെ നടപടി വേണമെന്ന് കാണിച്ചുകൊണ്ടാണ് ബാലുശ്ശേരി സ്വദേശിനി ഇപ്പോൾ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം ഈ പരാതിയിൽ കേസെടുക്കുമെന്നാണ് ബാലുശ്ശേരി പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതേസമയം മുഹമ്മദ് അലിയുടെ പ്രതികരണവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ജനശ്രീ മിഷൻ വഴി താൻ ഇതുവരെയും ഒരു തട്ടിപ്പും നടത്തിയിട്ടില്ല. താൻ വ്യക്തിപരമായി കുറച്ച് ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിരുന്നു. അത് കോട്ടൂർ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്ന സംഘടനയ്ക്കാണ് നൽകിയിട്ടുള്ളത്. ആ സംഘടനയുമായി ബന്ധപ്പെടുമ്പോൾ ആ സംഘടനയും ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായതായി പറയുന്നു. ഉടൻ തന്നെ ഈ പണം തിരികെ നൽകാനുള്ള നടപടികൾ തന്റെ ഭാഗത്തുനിന്നും ഈ കോട്ടൂർ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്ന സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും മുഹമ്മദ് അലി പറയുന്നുണ്ട്. ടി കെ. ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. കോഴിക്കോട് ജില്ലയിലെ ജനശ്രീ മിഷൻ വഴിയും പാതിവില തട്ടിപ്പ് നടന്നു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ബാലുശ്ശേരി സ്വദേശിനി ഉയർത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് രാഹുൽ സുരേഷ് പങ്കുവച്ചത്. പാതിവില തട്ടിപ്പിൽ AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതുകൊണ്ടാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. തട്ടിപ്പിൽ AN രാധാകൃഷ്ണന് നിർണായകമായ പങ്കുണ്ട്. V മുരളീധരൻ നേതൃത്വം നൽകുന്ന പാലക്കാട്ടെ സഹകരണ ബാങ്കിലും ക്രമക്കേടുണ്ടെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. കേരളം കണ്ട ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിലൊന്നായിട്ട് ഈ ഒരു പാതി വിലയ്ക്ക് സ്കൂട്ടർ ഗൃഹോപകരണങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടന്ന തട്ടിപ്പ് മാറിയിരിക്കുകയാണ്. AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കരുത്, AN രാധാകൃഷ്ണൻ്റെ സംഘടനയ്ക്കെതിരെ നടപടിയെടുക്കരുത് എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് BJP നേതാക്കന്മാർക്കെതിരെ മാത്രം ഇതിൽ യാതൊരു നടപടി ഉണ്ടാകാത്തത്. ഇന്നിപ്പോൾ BJP ഭരിക്കുന്ന ബാങ്കിനെതിരെ ആരോപണം വന്നിട്ടുണ്ട്, വെളിനാട് ബാങ്കിനെതിരെ ആരോപണം വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് ജില്ലയിൽ
വി മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള യുവ കോപ്പറേറ്റീവ് സൊസൈറ്റി മുണ്ടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല നിർമ്മാണത്തെ എതിർക്കുന്ന കൃഷിവകുപ്പ് റിപ്പോർട്ട് പുറത്ത്. ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് നിരസിച്ചത് കൃഷിവകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ്. ഭൂമി ഇപ്പോഴും കൃഷിക്ക് അനുയോജ്യമാണെന്നും കൃഷി ഓഫീസറുടെ കണ്ടെത്തൽ. 24 എക്സ്ക്ലൂസീവ്. വൻകിട മദ്യനിർമ്മാണശാലയ്ക്കായി ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് നിരസിച്ചത് കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ്. ഈ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഡാറ്റാ ബാങ്കിൽ നിന്ന് പദ്ധതി പ്രദേശത്തെ ഒഴിവാക്കണമെന്ന അപേക്ഷ 5 മാസം മുൻപ് തന്നെ കൃഷി വകുപ്പ് തള്ളി. 2008 വരെ ഈ ഭൂമിയിൽ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ തരിശു കിടക്കുകയാണ്. എന്നാൽ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഭൂമി തരം മാറ്റി നൽകരുത് എന്ന് എലപ്പുള്ളി കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകി. 2024 ഓഗസ്റ്റ് 29-നാണ് എലപ്പുള്ളി കൃഷി ഓഫീസർ RDOക്ക് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി തരം മാറ്റാനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ പാലക്കാട് RDO തള്ളിയതിനൊപ്പം അനധികൃത നിർമ്മാണം നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കൃഷിവകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് CPIM ആവർത്തിക്കുന്നത്. CPI ഭരിക്കുന്ന 2 വകുപ്പുകളിൽ നിന്നുള്ള എതിർപ്പ് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാനാകുമെന്നാണ് CPM കരുതുന്നതും. എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള CPIയുടെ എതിർപ്പ് കൂടുതൽ പരസ്യമാവുകയാണ്. റവന്യൂ വകുപ്പിന് പിന്നാലെ കൃഷി വകുപ്പിന്റെ എതിർപ്പും പുറത്തു വന്നു കഴിഞ്ഞു. ഇനി 19-ന് നടക്കുന്ന LDF യോഗം നിർണായകമാണ്. അതേസമയം നിയമങ്ങൾ പാലിച്ചു മാത്രമേ മുന്നോട്ട് പോകൂ എന്ന CPM നേതാക്കൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ ഈ 2 എതിർപ്പും എങ്ങനെ മറികടക്കും എന്ന ചോദ്യവും നിർണായകമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ശല്യം രൂക്ഷം. പാലക്കാട് പുലിയെ കണ്ടതായി നാട്ടുകാർ. വയനാട് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി. പാടിവയലിൽ കാട്ടാനയുടെ മുന്നിൽ നിന്ന് സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വയനാട് തലപ്പുഴയിലാണ് കടുവ ഇറങ്ങിയത്. ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടമ്മയെ കടുവ കൊന്നതിന്റെ ആശങ്കയ്ക്കിടെയാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം. പാടിവയലിൽ കാട്ടാനയുടെ മുന്നിൽ നിന്ന് സ്കൂട്ടർ യാത്രക്കാരി വടുവഞ്ചാൽ സ്വദേശി മുർഷിദ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട്. പുതിയപാടി ആ വളവിൽ വെച്ചിട്ട് പെട്ടെന്ന് ആനേനെ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് നിർത്താനും തിരിച്ചു പോകാനുള്ള ഒന്നൊരു സ്ഥലമല്ലാണ്ട് അത്രയും അടുത്തെത്തിയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാന്നുള്ള ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പാസ് ചെയ്ത് പോയി. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. പുലിയുടെ മുന്നിൽ അകപ്പെട്ട പനംകുറ്റി സ്വദേശി ഡിബി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഏകദേശം ഒരു 6:15 എന്താ അവിടെ മരം നിൽക്കണേൻ്റെ അവിടെ ആ ഡിസ്റ്റൻസിൽ പുലി നടന്നു വരുമായിരുന്നു. ഞാൻ ഫോൺ കോളിലായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ആദ്യം നോക്കിയൊന്നുമില്ല, തല താത്തി നടന്നുകൊണ്ടൊന്നും കണ്ടില്ല. ഞാൻ പിന്നെ ഇവിടെ നിന്ന് കയറി എന്താ നടക്കുന്ന സൗണ്ട് കേട്ടപ്പോഴാണ് ആദ്യം നോക്കിയത് കണ്ടത്. ഞാൻ കണ്ട വഴി ഒന്നും നോക്കിയില്ല, ചെരുപ്പ് ഒരു ഓടുമായിരുന്നു ചെയ്തത്. അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ സ്ഥിതി അതീവ ഗുരുതരം. മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്നതിന്റെ ദൃശ്യം 24-ന് ലഭിച്ചു. ആനയ്ക്ക് ചികിത്സ നൽകിയിരുന്നെങ്കിലും ഫലം കണ്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 വയനാട്. പത്തനംതിട്ടയിൽ കാട് കയറിയ പിടിയാന വീണ്ടും കല്ലാറിന് സമീപമെത്തി. പിടിയാനയോടൊപ്പം ആനക്കുട്ടിയുമുണ്ട്. തണ്ണിത്തോട് മേഖലയിലുള്ള ആനകളുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. പത്തനംതിട്ട തണ്ണിത്തോട് അവശനിലയിൽ കല്ലാറിൽ ഒരു ദിവസം മുഴുവൻ കിടന്ന് കാട്ടാന കാടുകയറിയ ശേഷം കുട്ടിയാനയുമായി വീണ്ടും ജനവാസ മേഖലയിൽ എത്തുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത് ഡോക്ടർ ഇന്നലെ പരിശോധിച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഡോക്ടറിനെ വിശദമായിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കണ്ണിനൊക്കെ കാഴ്ച കുറവുണ്ടെന്നോ എന്തൊക്കെ ഗുരുതര പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളിപ്പം പ്രയോറിറ്റി നൽകുന്നത് ഇങ്ങോട്ട് ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. പടക്കം പൊട്ടിച്ചും തീയിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാനകളെ കാടുകയറ്റാൻ ശ്രമിച്ചെങ്കിലും ആനകൾ പുഴയോരത്ത് തന്നെ തുടരുകയാണ്. കോന്നിയിൽ നിന്നുള്ള RRT സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 35 വയസ്സോളം പ്രായം കണക്കാക്കുന്ന പിടിയാന ശാരീരിക അവശതകൾ കാണിക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വാഴ പിടിക്കാൻ നിങ്ങൾ സുരക്ഷയോടെ മാറി. അങ്ങോട്ട് മാറണേ. അവിടെ കയറാൻ പറ്റില്ല. നിങ്ങൾ മേലോട്ട് കയറി പടക്കറിഞ്ഞാൽ മതി. നിങ്ങൾ മേലോട്ട് കയറണം.
പുഴ മുറിച്ചു കടന്നാൽ തണ്ണിത്തോട്, തേക്കുതോട് അടക്കമുള്ള ജനവാസ മേഖലയാണ്. ഇവിടേക്ക് ആനകൾ കയറാതിരിക്കാൻ ജാഗ്രത തുടരുന്നുണ്ട്. സഞ്ജയ് കുമാറിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത. കാർഷിക മേഖലയിലെ വിഷയങ്ങളടക്കം ചൂണ്ടിക്കാട്ടി കർഷകരക്ഷാ നസ്രാണി മുന്നേറ്റം നടത്താനാണ് തീരുമാനം. ഈ മാസം 15-ന് ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ 24-നോട് പറഞ്ഞു. കാർഷിക വിദ്യാഭ്യാസ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ക്രൈസ്തവരെ അവഗണിക്കുന്നുവെന്നാണ് ചങ്ങനാശ്ശേരി രൂപതയുടെ വിമർശനം. പലതവണ വിഷയം സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാൻ രൂപത തീരുമാനിച്ചത്. ബജറ്റിലടക്കം കർഷകരെ അവഗണിച്ചതോടെ കർഷകരുടെ പ്രശ്നങ്ങളാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് മാർ തോമസ് തറയിൽ 24-നോട് പറഞ്ഞു. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് അവർ പിന്തുടരുക. വോട്ടുള്ളിടത്ത് അവരുണ്ട്, അല്ലാത്തടത്ത് അവർ നിൽക്കുന്നില്ല. ഇപ്പോൾ ഏത് പാർട്ടിയാണ് ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങൾക്ക് നന്മ നോക്കി ഒരു നിലപാടെടുക്കുന്നത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നവൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ശബ്ദമുള്ളവൻ്റെ കൂടെ നിൽക്കുക, വോട്ടുള്ളവൻ്റെ കൂടെ നിൽക്കുക. അങ്ങനെ നിന്നതിൻ്റെ ഫലമാണ് നമ്മുടെ നാട് ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും. ഈ മാസം 15-ന് മാങ്കൊമ്പിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് കർഷകരക്ഷാ നസ്രാണി മുന്നേറ്റം നടത്താനാണ് തീരുമാനം. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് സഭ ഇറങ്ങുക എന്നുള്ളതിനേക്കാളും നമ്മുടെ ജനങ്ങൾക്ക് നല്ലൊരു സമുദായ ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പലപ്പോഴും ക്രൈസ്തവര് ആദരിക്കപ്പെടേണ്ടതിന് പകരം പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം തന്നെ ഉണരണം. അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടാവണം. രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് ഇടപെടേണ്ടതില്ലെന്ന് പറയുമ്പോഴും ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തീരുമാനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ സഭ നിലപാട് ഘടിപ്പിച്ചത് നിർണായകമാകും. ടോബി ജോൺസൺ, 24 കോട്ടയം. സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർധനവിനെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. ഭൂനികുതി വർധന കർഷക വിരുദ്ധമാണ്, സർക്കാർ കർഷകരെ മാനിക്കുന്നില്ല എന്നതിന്റെ തെളിവാണിതെന്നും ജോസഫ് പാംബ്ലാനി കുറ്റപ്പെടുത്തി. കർഷകന്റെ കൃഷിഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായ മാർഗമായി മന്ത്രി കരുതുന്നുവെങ്കിൽ, ഭരണകൂടം കരുതുന്നുവെങ്കിൽ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഒന്നേയുള്ളൂ: നിങ്ങൾ കർഷകനെ മാനിക്കുന്നില്ല, കർഷകന്റെ മഹത്വം അറിയുന്നില്ല, അവൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ തിരിച്ചറിയുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ്. 130ാമത് മാരാമൺ കൺവെൻഷന് പത്തനംതിട്ട കോഴഞ്ചേരിയിൽ പമ്പ മണപ്പുറത്ത് ഇന്ന് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 2:30 മാർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ പങ്കെടുക്കും. 124 വർഷത്തെ പ്രൗഢിയുമായാണ് പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ ഇന്ന് തുടക്കമാകുന്നത്. മാർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യോസ് മാർത്തോമ മെത്രോപൊലീത്തയാകും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരെല്ലാവരും സദസ്സിലുണ്ടാകും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കൺവെൻഷനിൽ സെമിനാറുകൾ, ആത്മീയ പ്രഭാഷണങ്ങൾ, ചർച്ചകൾ എന്നിവയുണ്ടാകും. കൺവെൻഷന്റെ ഭാഗമായി വിവിധ ഉപസെമിനാറുകളും പരിപാടികളും ക്രമീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ യുവവേദി പരിപാടിയിലേക്ക് ക്ഷണിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നെങ്കിലും സഭാ അധികൃതരും പിന്നീട് സഭാ അധ്യക്ഷനും ഇത് നിഷേധിച്ചിരുന്നു. കൺവെൻഷൻ നഗറിലേക്ക് KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി 7 നാൾ പമ്പ മണപ്പുറത്തെ ബൃഹത്തായ ഓലപ്പന്തലിൽ ആയിരങ്ങൾ ഒത്തുചേരും. 24 പത്തനംതിട്ട. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു. 12 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു. ബിജാപൂരിലെ നാഷണൽ പാർക്കിനോട് ചേർന്ന വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, വലിയ ഏറ്റുമുട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. 12 മാവോയിസ്റ്റുകളെ വധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് ആർ അച്യുതൻ? റിജിത്ത്, ഇന്ന് രാവിലെയാണ് സുരക്ഷാ സേനയ്ക്ക് ഈ ബിജാപൂരിലെ നാഷണൽ പാർക്കിനോട് ചേർന്ന വനമേഖലയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചത്.
ഇതിനെ തുടർന്നായിരുന്നു സുരക്ഷാ സേന ഈ മേഖല കേന്ദ്രീകരിച്ച് ഒരു തെരച്ചിൽ ആരംഭിക്കുകയും അതൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 12 മാവോയിസ്റ്റുകളെയാണ് ഇതിനോടകം സുരക്ഷാ സേന വധിച്ചിരിക്കുന്നത്. 2 ജവാന്മാർ വീരമൃത്യു വരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഈ ഏറ്റുമുട്ടലിൽ 2 ജവാന്മാർക്ക് പരിക്ക് പറ്റിയതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും മേഖലയിൽ ഇപ്പോഴും ഈ മാവോയിസ്റ്റുകൾക്ക് നേരെയുള്ള സൈനിക നടപടി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഏറ്റുമുട്ടൽ ബിജാപൂരിലെ നാഷണൽ പാർക്കിനോട് ചേർന്ന വനമേഖലയിൽ ആരംഭിച്ചത്. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അവിടെ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ഡൽഹിയിൽ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള BJPയുടെ നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് വൈകിട്ട് ചേരുന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്നാണ് സൂചന. അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ച പർവേഷ് വർമ്മയടക്കം 1/2 ഡസനോളം പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള നിർണായക ചർച്ചകൾക്കിടെ ഇന്ന് വൈകിട്ട് സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ നിയുക്ത MLA-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. BJPയുടെ 48 നിയുക്ത MLA-മാരും യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിരവധി പേരുകൾ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ന്യൂഡൽഹിയിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച ജയിൻ കില്ലറായ പർവേഷ് സാഹിബ് സിംഗ് വർമ്മ, നിലവിൽ ഡൽഹിയിലെ പ്രതിപക്ഷ നേതാവായ വിജേന്ദ്ര ഗുപ്ത, ഡൽഹിയിലെ ഉജ്ജ്വല വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ, ഗ്രേറ്റർ കൈലാഷിൽ മന്ത്രി സൗരഭ് ഭരദ്വാജിനെ അട്ടിമറിച്ച വനിതാ നേതാവ് ശിഖ റായ്, പൂർവാഞ്ജലി മുഖമായ വടക്ക് കിഴക്കൻ ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP മനോജ് തിവാരി എന്നീ പേരുകൾ അവസാന പട്ടികയിലുണ്ട്. ഈ മാസം 13-ന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയതിന് പിന്നാലെ വലിയ ആഘോഷത്തോടെ ഡൽഹി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. പല ഘടകങ്ങൾ പരിഗണിച്ചായിരിക്കും ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുക. മധ്യപ്രദേശിനും രാജസ്ഥാനും ഛത്തീസ്ഗഡിനും സമാനമായി അപ്രതീക്ഷിതമായ ഒരു പേര് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ തിരക്കിട്ട ചർച്ചകളുമായി ആം ആദ്മി പാർട്ടി. മുഖ്യമന്ത്രി അതിഷി രാജി സമർപ്പിച്ചു. തുടർ നീക്കങ്ങളും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാനും പാർട്ടി പ്രത്യേക യോഗം ചേരും. തെരഞ്ഞെടുപ്പിലെ പരാജയം തകർത്തത് ആം ആദ്മി പാർട്ടിയുടെ ആത്മവിശ്വാസമാണ്. പാർട്ടിയുടെ നിലനിൽപ്പിന് കൂടുതൽ കരുത്ത് കാട്ടേണ്ടതായുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷ സ്ഥാനത്ത് ആം ആദ്മി പാർട്ടി എത്തുമ്പോഴും പാർട്ടിയുടെ മുഖം അരവിന്ദ് കെജ്രിവാൾ സഭയ്ക്ക് പുറത്താണ്. ശക്തനായ പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്തുകയാണ് പാർട്ടിയുടെ മുന്നിലുള്ള പ്രതിസന്ധി. ജയിച്ചവരിൽ അതിഷിയും ഗോപാൽ റായുമാണ് മുൻനിര നേതാക്കൾ. ഇതിനായി ഭൂരിപക്ഷം നേതാക്കളുടെ അഭിപ്രായം തേടാൻ ആം ആദ്മി പാർട്ടി പ്രത്യേക യോഗം ചേരും. അഴിമതി ആരോപണങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നേരിടുന്ന അന്വേഷണത്തിലും പാർട്ടിക്ക് ആശങ്കയുണ്ട്. കേസുകളിൽ നേതാക്കൾക്ക് ഒരിക്കൽ കൂടി ജയിലിൽ പോകേണ്ടി വന്നാൽ പാർട്ടിയുടെ ഭാവി തുലാസിലാകും. ഡൽഹി തിരിച്ചുപിടിക്കാൻ ജനവിശ്വാസം വീണ്ടെടുക്കലാണ് പാർട്ടിയുടെ മുൻപിലുള്ള ആദ്യ കടമ്പ. സൗജന്യങ്ങൾ കൂടുതലായി നൽകിയപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം ഡൽഹിയിൽ നിലച്ചു. ഈ ഘടകങ്ങളായിരുന്നു പരാജയത്തിന് പിന്നിലെ കാരണങ്ങളിലൊന്ന് എന്നാണ് വിലയിരുത്തൽ. നിലവിൽ കയ്യിലുള്ള കോർപ്പറേഷൻ ഭരണത്തിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ പദ്ധതി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ കേജ്രിവാളിനെതിരെ പ്രചാരണത്തിൽ ആരോപണമുന്നയിച്ചത് ആം ആദ്മി പാർട്ടിക്ക് ഇന്ത്യ മുന്നണിയോടുള്ള എതിർപ്പിന് കാരണമായി. ഇന്ത്യ മുന്നണിയിൽ തുടരേണ്ടതുണ്ടോ എന്നതും ആം ആദ്മി പാർട്ടി പരിശോധിക്കും. ആർ അച്യുതൻ, 24, ഡൽഹി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പാർട്ടിയെ വിഷമത്തിലാക്കിയെന്ന് CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട്. കരുവന്നൂരിലുണ്ടായ ക്രമക്കേട് നീതീകരിക്കാനാകാത്തതാണ്. സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ കരുവന്നൂർ വിഷയം ബാധിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശം. ടേം വ്യവസ്ഥ തൃശൂർ മേയർ MK വർഗീസ് ലംഘിച്ചുവെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലായ വിഷയമാണ്. മുതിർന്ന നേതാക്കളിലേക്കടക്കം, പ്രധാന നേതാക്കളിലേക്കടക്കം അന്വേഷണം നീളുന്നത്, EDയുടെ എൻട്രി, പിന്നീട് തിരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചയാവുന്നത്, തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി, അങ്ങനെ കരുവന്നൂർ വിഷയത്തെ പ്രവർത്തന റിപ്പോർട്ട് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് സൂരജ്?
ടി.കെ. കരുവന്നൂരിലുണ്ടായ ഗുരുതരമായ വീഴ്ച അത് പ്രവർത്തന റിപ്പോർട്ടിലും അതിരൂക്ഷമായി തന്നെ അവതരിപ്പിക്കുകയാണ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വർഗീസ്. അല്പസമയം മുമ്പ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് ഈ കരുവന്നൂർ വിഷയത്തിൽ അതീവ ഗുരുതര വിമർശനങ്ങളുള്ളത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു തരത്തിലും നീതീകരിക്കാനാകാത്ത നടപടിയാണ് കരുവന്നൂരിൽ ഉണ്ടായതെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അത് ഈ സഹകരണ സ്ഥാപനത്തെ മാത്രമല്ല, മറ്റിടങ്ങളിലെ സഹകരണ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയടക്കം ഈ ക്രമക്കേട് ബാധിച്ചു എന്നുള്ളത് പറയുന്നു. ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതിസന്ധി അത് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ രൂപപ്പെട്ടു. അത് കരുവന്നൂരിലെ പാർട്ടിയെ മാത്രമല്ല, ജില്ലയിലെ ആകെയുള്ള പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടിയാണ് ഈ കരുവന്നൂരിലെ ക്രമക്കേടിലൂടെ ഉണ്ടായത് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടനെല്ലൂർ ബാങ്കിലുണ്ടായ ക്രമക്കേടും അതും പാർട്ടിയെ വല്ലാതെ ബാധിച്ചു. അതിന്റെ പേരിൽ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ വരെ നടപടിയെടുത്തു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഹകരണ സംഘങ്ങളിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഓരോ ഘടകവും കൃത്യമായ വിലയിരുത്തലുകൾ നടത്തണം, നിരീക്ഷണങ്ങൾ നടത്തണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൃശൂർ മേയർക്കെതിരെയും ഗുരുതരമായ പരാമർശമാണുള്ളത്. LDF ഈ ഭരണം പിടിച്ചെടുക്കുന്ന സമയത്ത് തൃശൂർ കോർപ്പറേഷനിൽ MK വർഗീസിലൂടെ ഭരണം പിടിച്ചെടുക്കുന്ന സമയത്ത് ഒരു ടേം വ്യവസ്ഥ മുന്നോട്ട് വച്ചിരുന്നു. അത് 2.5 വർഷം MK വർഗീസിനും പിന്നീടുള്ള സമയത്ത് CPM-നും എന്നുള്ളതായിരുന്നു ഈ ടേം വ്യവസ്ഥ. പക്ഷേ ഈ ധാരണ MK വർഗീസ് ലംഘിച്ചു എന്നതുകൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള വിമർശനത്തിൽ CPM ഉൾപ്പെടുത്തുന്നുണ്ട്. ടി.കെ. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ച് CPIM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ് കള്ളക്കേസ് എടുക്കുന്നുവെന്ന് ആരോപിച്ച് നടത്തിയ പ്രതിഷേധ പരിപാടിക്കിടെ പനമരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ പേരെടുത്ത് പറഞ്ഞാണ് വെല്ലുവിളി. CI അഷറഫിന് തിരിച്ചടി കിട്ടുമെന്നും K. റഫീഖ് ഭീഷണി മുഴക്കി. കാര്യങ്ങൾ അത്തരത്തിൽ കൂട്ടുനിന്ന അഷറഫിന് അതിന്റെ തിരിച്ചടി തീർച്ചയായും അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് അനുഭവിക്കുന്ന ഘട്ടമാണ് ഇനി വരാനിരിക്കുന്ന ഘട്ടം. അഷ്റഫിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ഈ അനൂപിനും അതുപോലെ തന്നെ സുനിലിനും ഒക്കെ സൂക്കേട് തുടങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിൽ ആ സൂക്കേട് ഞങ്ങൾ തീർത്തിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് CPIM ആണ്. തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങളെ അവസാനിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ CPIM-ന്റെ ചരിത്രം പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം. സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എന്താണ് ഇങ്ങനെയൊരു പരസ്യ വിമർശനത്തിന് വെല്ലുവിളിക്കുള്ള സാഹചര്യം? ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ച പശ്ചാത്തലം എന്താണ്? ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം പനമരം പഞ്ചായത്തിന്റെ ഭരണം LDF-ന് നഷ്ടമായിരുന്നു. അതിന്റെ കാരണം JDS-ന്റെ പ്രതിനിധിയായിട്ടുള്ള ബെന്നി ചെറിയാൻ അദ്ദേഹം കൂറുമാറിയതായിരുന്നു. അദ്ദേഹം LDF വിട്ട് UDF മാറുന്ന ഘട്ടമുണ്ടാവുകയും പിന്നീട് വന്ന അവിശ്വാസം LDF പരാജയപ്പെടുന്നു. അങ്ങനെ LDF-ന് ഭരണം നഷ്ടമാവുകയും ചെയ്തു. ഇതിന് പിറകെ അവിടെ ചില സംഘർഷങ്ങൾ ഉണ്ടാവുകയും അതിൽ ബെന്നി ചെറിയാന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ മർദ്ദനത്തിന്റെ പശ്ചാത്തലത്തിൽ ബെന്നി ചെറിയാൻ പോലീസിൽ പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ CPIM പ്രവർത്തകർക്കെതിരെ വ്യാപകമായി കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ഒരു പ്രതിഷേധ മാർച്ചും ഒരു പൊതുയോഗവും ഇന്നലെ നടന്നത്. ആ വേളയിലാണ് ജില്ലാ സെക്രട്ടറി K. റഫീഖിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. പനമരം CA ആയിട്ടുള്ള അഷ്റഫ്, അതുപോലെ തന്നെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള സുനിൽ, അനൂപ് എന്നിവർ കരുതിയിരുന്നു നിങ്ങൾ ഇത്തരത്തിൽ കള്ളക്കേസെടുക്കുകയാണ് എങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും. CPIM നിരവധി സമരങ്ങൾ കണ്ട പാർട്ടിയാണ്. മാത്രമല്ല അനേകം കള്ളക്കേസുകൾ കൊടുക്കാനുള്ള ശ്രമങ്ങളെ ചേർത്ത പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടിയുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ കരുതിയിരിക്കണം, ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു സ്വരം, അത്തരത്തിലൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് ജില്ലാ സെക്രട്ടറിയുടെ ഈ പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം ഇത്തരത്തിലാണ്. എന്തായാലും ഇപ്പോൾ ഈ പ്രസംഗം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ CPM ജില്ലാ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീജിത്ത്. ശരി, സമീർ C. മുഹമ്മദ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വയനാട്ടിൽ കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിനിടെ പ്രാദേശിക നേതാവിന്റെ വധഭീഷണി. കോൺഗ്രസ് നേതാവും സുൽത്താൻ ബത്തേരി ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയുമായ രാജേഷ് നമ്പിച്ചാൻകുടിയെ കൊല്ലും എന്നാണ് ഭീഷണി. കോൺഗ്രസ് നേതാവ് ഗഫൂർ പടപ്പച്ചാലിന്റെ ഭീഷണി സന്ദേശം പുറത്തുവന്നു. വയനാട് കോൺഗ്രസിൽ AI ഗ്രൂപ്പുകൾക്കൊപ്പം മൂന്നാം ഗ്രൂപ്പും ശക്തമാണ്. മൂന്നാം ഗ്രൂപ്പിന്റെ ഭാഗമായ ഗഫൂർ പടപ്പച്ചാലിന്റെ ഭീഷണി സന്ദേശമാണ് പുറത്തു വന്നത്. ശ്രീചേട്ടനോടൊക്കെ എന്തൊക്കെ റോങ് ആയിന്ന് പറയുന്നത് കേട്ടു. അതൊക്കെ സ്വാഭാവികമൊക്കെ പോട്ടെ. പക്ഷെ ശ്രീചേട്ടനൊക്കെ തൊട്ടാണ്ടല്ലോ കൈ ഞങ്ങള് വെട്ടും. അതിപ്പോ ചെന്നിത്തലേന്റെ ആളായാലും ശരി, IC-ന്റെ ആളായാലും ശരി, ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. രാജേഷ് നമ്പിച്ചാൻകുടിയല്ല, ഇനിയിപ്പോ MLA ആയിരുന്നാലും ശരി, നമ്മൾ അടിക്കും. രാജേഷ് നമ്പിച്ചാൻകുടിയും കോൺഗ്രസ് നേതാവായ ശ്രീജി ജോസഫും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ പാർട്ടി ഇടപെട്ട് പരിഹരിച്ചിരുന്നു. ഇതിനു പിറകെയാണ് ഗഫൂറിന്റെ ഭീഷണി. തുടർച്ചയായ ഭീഷണിയിൽ താനും കുടുംബവും ഭീതിയിലാണെന്ന് രാജേഷ്. ശ്രീജി ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയോട് കളിച്ചാൽ
നിന്നെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും വെട്ടും കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ടി ജി ജോസഫ് ഞാനും തമ്മിൽ സംഘടനാപരമായി ചെറിയൊരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കം ഞങ്ങൾ പരിഹരിച്ചു, പറഞ്ഞു വേറെ വിഷയങ്ങളിലേക്കും പോയില്ല. വിഷയത്തിൽ രാജേഷ് പോലീസിലും KPCC DCC നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ട്. 24 വയനാട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 5 പേർ മരിച്ചു. മലപ്പുറം വേങ്ങരയ്ക്ക് സമീപം ടോറസ് ലോറിയും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ച് 2 വിദ്യാർത്ഥികൾ മരിച്ചു. മലപ്പുറം കൊട്ടപ്പുറം സ്വദേശികളാണ് മരിച്ചത്. ആലപ്പുഴയിൽ KSRTC വർക്ക്ഷോപ്പ് റിക്കവറി വാനും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മാവേലിക്കര വെട്ടിയാർ സ്വദേശി സുധാകരനാണ് മരിച്ചത്. എറണാകുളം കാലടി കാഞ്ഞൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. കാഞ്ഞൂർ സ്വദേശി ആഷിഖാണ് മരിച്ചത്. കണ്ണൂർ കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപം ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. കണ്ണപുരം പൂമാലക്കാവിന് സമീപത്തെ ഷിഞ്ചു ആണ് മരിച്ചത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ ഇരുചക്ര വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ദൃശ്യ കേബിൾ വിഷൻ ജീവനക്കാരനാണ് മരിച്ച ഷിഞ്ചു. മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി N ബിരേൻ സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ച. സർക്കാരിനെതിരെ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കും. വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ ബിരേൻ സിംഗിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ വിമർശനം ശക്തമായി നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ ഈ കൂടിക്കാഴ്ച വളരെ പ്രധാനവുമാണ്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് വിനീത? തീർച്ചയായും റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ BJPക്കുള്ളിൽ തന്നെ മണിപ്പൂർ BJPക്കുള്ളിൽ നിന്ന് തന്നെ N ബിരേൻ സിംഗിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് N ബിരേൻ സിംഗിനെ മാറ്റണമെന്നും BJP ഘടകം തന്നെ ആവശ്യപ്പെട്ടൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് നാളെ ഇനി മണിപ്പൂർ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നത്. ഈ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി N ബിരേൻ സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. അമിത്ഷായുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ചില ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യോഗത്തിൽ ഇപ്പോൾ മണിപ്പൂരിലെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ചയായി. ഒപ്പം തന്നെ നാളത്തെ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നയങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട്. നിലവിലെ BJP ഘടകത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് രമ്യമായി മുന്നോട്ട് പോകാൻ അമിത്ഷാ നിർദ്ദേശം നൽകിയതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഭരണപക്ഷത്തു നിന്ന് തന്നെ കടുത്ത വിയോജിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന ഈ അവിശ്വാസ പ്രമേയം, ആ നീക്കം വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നൊരു ആശങ്ക N ബിരേൻ സിംഗിനുണ്ട്. തുടർന്ന് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണമെന്ന് അമിത്ഷാ നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മുഖ്യമന്ത്രി N ബിരേൻ സിംഗും 4 ഉദ്യോഗസ്ഥരും അമിത്ഷായുടെ നിർദ്ദേശം അനുസരിച്ച് ഡൽഹിയിലെത്തിയത്. ഇപ്പോൾ കൂടിക്കാഴ്ച പൂർത്തിയാക്കി അവർ ഡൽഹിയിൽ നിന്ന് അല്പസമയത്തിനകം മടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന 31 മാവോയിസ്റ്റുകളെ വധിച്ചു എന്നുള്ളതാണ്. ഏറ്റുമുട്ടലിനിടെ 2 ജവാന്മാർക്ക് വീരമൃത്യു. ബിജാപൂരിലെ നാഷണൽ പാർക്കിനോട് ചേർന്ന വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നുണ്ട്. നേരത്തെ 12 മാവോയിസ്റ്റുകളെ വധിച്ചു എന്ന വിവരമായിരുന്നു പുറത്തുവന്നെങ്കിൽ ഇപ്പോൾ 31 മാവോയിസ്റ്റുകളെ വധിച്ചിരിക്കുന്നു സുരക്ഷാ സേന എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. R അച്യുതൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, സമീപകാലത്തെ വലിയൊരു ഓപ്പറേഷനാണ്. 31 മാവോയിസ്റ്റുകളെ വധിച്ചു എന്ന വിവരം പുറത്തുവരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? കൂടുതൽ നടപടി എങ്ങനെയാണ്? പരിശോധന എങ്ങനെയാണ്? പുതിയ വിവരങ്ങൾ എന്താണ് അച്യുതൻ? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സമീപകാലത്തെ ഏറ്റവും വലിയ ദൗത്യം, സുരക്ഷാ സേനയുടെ ദൗത്യമാണ് ഇപ്പോൾ ഈ മേഖലയിൽ ബിജാപൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 31 മാവോയിസ്റ്റുകളെയാണ് ഈ ഛത്തീസ്ഗഡിലെ ബിജാപൂർ നാഷണൽ പാർക്കിനോട് ചേർന്ന വനമേഖലയിൽ ഇപ്പോൾ സേന വധിച്ചത്. ഇവരിൽ നിന്ന് ആയുധശേഖരങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നതായാണ് ബസ്തർ IGP സുന്ദർ രാജ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ബിജാപൂർ മേഖലയിൽ ഇത്തരമൊരു മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുന്നത്. തുടർന്ന് സുരക്ഷാ സേന സംയുക്തമായി ചേർന്ന് നടത്തിയ തെരച്ചിൽ, അതിനിടയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതും സൈനിക നടപടി സ്വീകരിച്ചതും. 2 ജവാന്മാർക്ക് ഈ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചു. 2 ജവാന്മാർക്ക് പരിക്കേറ്റതായും വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോഴും സൈനിക നടപടി പുരോഗമിക്കുകയാണ്. ഈ ബിജാപൂർ മേഖല എന്ന് പറയുമ്പോൾ ഇതിനു മുൻപും മാവോയിസ്റ്റ് ആക്രമണങ്ങളും അതുപോലെ തന്നെ ഏറ്റുമുട്ടലും സ്ഥിരമായി നടക്കുന്ന ഒരിടം കൂടിയാണ്. ഇവിടെയാണ് ഇപ്പോൾ ശക്തമായൊരു സൈനിക നടപടി ഇപ്പോൾ സുരക്ഷാ സേന സ്വീകരിച്ചിരിക്കുന്നത്. ഇതുവരെ 31 മാവോയിസ്റ്റുകളെ വധിച്ചതായാണ് സേന പങ്കുവയ്ക്കുന്ന വിവരം. അച്യുതൻ, ഈ ഓപ്പറേഷന്റെ ഒരു സ്വഭാവം എന്താണ്? 31 മാവോയിസ്റ്റുകളെ വധിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ തുടങ്ങിയ പരിശോധനയാണ്. അതിന്റെ പുതിയ അപ്ഡേറ്റ് എങ്ങനെയാണ് അച്യുതൻ?
റീജിത്ത, ഈ കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ഈ മാവോയിസ്റ്റ് വിരുദ്ധ നടപടി അത് സേന ശക്തമാക്കിയിട്ടുണ്ട്. അത് പ്രദേശവാസികളുമായി എല്ലാം കൃത്യമായി സുരക്ഷാ സേന ആശയവിനിമയം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇതിനെതിരായ നടപടി ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ചിലയിടങ്ങളിൽ ഇത്തരത്തിൽ ഈ രഹസ്യ വിവരങ്ങൾ നൽകുന്ന പ്രദേശവാസികളെ മാവോയിസ്റ്റുകൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യവും പശ്ചാത്തലവും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെതിരെയെല്ലാം സുരക്ഷാ സേന കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ നടപടി ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു സുരക്ഷാ സേനയ്ക്ക് ഇത്തരമൊരു രഹസ്യ വിവരം ലഭിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചായിരുന്നു തെരച്ചിൽ സുരക്ഷാ സേന ആരംഭിച്ചത്. ഈ തെരച്ചിലിന് ഇടയിലാണ് ഈ മാവോയിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഒരു വെടിവയ്പ് സേനയ്ക്ക് നേരെ ഉണ്ടാകുന്നതും തുടർന്ന് അതൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നതും. എന്തായാലും സേന ഇപ്പോൾ 31 മാവോയിസ്റ്റുകളെയാണ് ഈ ഏറ്റുമുട്ടലിൽ വധിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പ്രകാരം മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. റീജിത്ത്. ശരി, ആർ അച്യുതൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. വലിയൊരു ഓപ്പറേഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന 31 മാവോയിസ്റ്റുകളെ വധിച്ചിരിക്കുന്നു. അവിടെ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. പരിശോധനയും മേഖലയിൽ സുരക്ഷാ സേനയുടെ ഭാഗത്തുനിന്ന് തുടരുന്നുണ്ട്. ആർ അച്യുതൻ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പത്തനംതിട്ട വള്ളിക്കോട് ലഹരി സംഘത്തിന്റെ അതിക്രമം. കൃഷ്ണകൃപയിൽ ബിജുവിന്റെ വീട് അടിച്ചു തകർത്തു. സ്ത്രീകളടക്കമുള്ളവരെ ലഹരി സംഘം ഉപദ്രവിച്ചുവെന്നും പരാതിയുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. പത്തനംതിട്ട വള്ളിക്കോടാണുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി ഒരു ആക്രമണം ഈ വീട്ടിൽ നടന്നിരിക്കുന്നു. ലഹരി സംഘത്തിൻ്റെ ആക്രമണമാണ്. ബിജു എന്നാണ് ഈ വീട്ടുടമസ്ഥൻ്റെ പേര്. വള്ളിക്കോട് ഒരു ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു വീടാണ്. എന്തായാലും ഈ പ്രദേശത്ത് ഇന്നലെ രാത്രിയോടുകൂടി ലഹരി സംഘത്തിൻ്റെ ആക്രമണം നടന്നുവെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. അങ്ങനെ പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി മഹസറടക്കം തയ്യാറാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഫ്രെയിമിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെടിച്ചട്ടിയൊക്കെ എടുത്ത് എറിഞ്ഞ് പൂർണ്ണമായി വീടിൻ്റെ മുൻവശവും അതുപോലെ തന്നെ കാറുമൊക്കെ പൂർണ്ണമായി തകർത്ത ഒരവസ്ഥയിലാണുള്ളത്. ആയുധങ്ങളുമായിരുന്നു ഈ സംഘം എത്തിയത്. 2 അംഗ സംഘമായിരുന്നു. ഇതിൽ ഇവർ ഏറ്റവും എടുത്തു പറയുന്നത് തൊട്ടപ്പുറത്തെ പ്രദേശത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു 2 പേർ. 2 യുവാക്കളാണ്. അവർ മറ്റു ലഹരിയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് ചോദ്യം ചെയ്ത് ഈ വീട്ടുടമസ്ഥൻ രംഗത്തെത്തി. ബഹളം വെക്കരുതെന്ന് പറഞ്ഞ് ഈ വീട്ടുടമസ്ഥൻ രംഗത്തെത്തുകയായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? അവർ 3 പേരായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. 2 പേരാണ് ഇതിനുള്ളിൽ കയറി അക്രമം കാണിച്ചത്. അതിൽ ഒരുത്തനാണ് ഇതെല്ലാം ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. പ്രദേശത്തുള്ള ആളുകളാണോ? അതെ, ഈ പ്രദേശത്ത് തന്നെയുള്ള ആളുകളാണ്. അവർ സ്ഥിരം ഇവിടുത്തെ പുള്ളികളാണ്. പല കേസുകളിലും പ്രതിയാണ്. പല പ്രാവശ്യം അത് ഇവിടുത്തെ അടുത്ത് താമസിക്കുന്ന ശ്യാം എന്ന് പറയുന്ന വ്യക്തിയാണ്. ശ്യാമിൻ്റെ കൂട്ടുകാരൻ മറ്റവൻ്റെ പേര് ബിബിൻ അല്ലേ? വിമലും അഭിജിത്തും. ഞങ്ങൾ വരുമ്പം ഒരാളെ ഗേറ്റ് ചാടി കടന്ന് ആ ഡോറിനിട്ട് തൊഴിക്കുന്നു. ആ ഡോറിനിട്ട് തൊഴിച്ചതിന് ശേഷം കറങ്ങി വന്നിട്ട് അവിടുന്ന് ആ കുഴവി എടുത്തിട്ട് അവിടുത്തെ ഗേറ്റ് പിന്നെ അവലിനെ എടുത്ത് എറിയുന്നു. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നു. പിന്നെയും ഗേറ്റ് ചാടി കയറി വരുന്നു. ചെടിച്ചട്ടി എന്നാൽ ഇതേ ഉള്ളൂ ഇനി പൊട്ടിക്കാൻ വിചാരിച്ച് ചെടിച്ചട്ടി എടുത്ത് കാറിൻ്റെ ചില്ലടിച്ച് പൊട്ടിക്കുന്നു. താഴെ കറങ്ങിപ്പോയി ആ ഗേറ്റ് തുറക്കുന്നു. ഈ വീട്ടുടമസ്ഥനൊക്കെ ഉണ്ടായിരുന്നല്ലോ. വീട്ടുടമസ്ഥനൊക്കെ അവർ അകത്ത് പേടിച്ച് അകത്ത് കയറിയിരിക്കുകയാണ്. CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു സ്ഥിരം പ്രശ്നക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെയാണ്. നിലവിൽ ഇവിടെ ഈ ലഹരിയുമായി വലിയൊരു ഉപയോഗമുള്ള ആളുകളുടെ ഒരു കേന്ദ്രമായിട്ട് ഇത് മാറുകയാണ്. ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളെയാണ് പ്രകോപനം യാതൊന്നും ഇല്ലാതെ കയറി ആക്രമിക്കുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ അടിയന്തരമായി ഇപ്പോൾ പോലീസ് വേണ്ട നിലയിൽ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. എന്തായാലും ഇതിൽ എക്സൈസും പോലീസും എല്ലാം കൂടെ ചേർന്ന് സംയുക്തമായ ഒരു പ്രവർത്തനം അതിനതിൽ എല്ലാവിധമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും എല്ലാം പങ്കാളിയായി നടത്തണം എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ പൊതുവിൽ എടുത്തിട്ടുള്ളത്. ഇന്നലെ പ്രതികളെ പിടിക്കാൻ കഴിയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കണ്ടേ? അത് മാത്രമല്ല അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് തന്നെയുള്ള ആളുകളാണ് പ്രതികൾ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിരുന്നു. ഇത് അനുവദനീയമല്ല. ഒരു വീട്ടിൽ ഇത്തരത്തിൽ വീട് കയറി ആക്രമണം ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനമാണ്. ജീവിക്കണം ഈ പ്രദേശത്ത് നിന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും വലിയ ആക്രമണമാണ് നടന്നത്. ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ വരുന്നത്. പോലീസ് അതുണ്ടാകുമെന്ന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ എത്തിയിട്ടുണ്ട്. അതുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ 24 പത്തനംതിട്ട. പാലക്കാട് ഉപ്പുപാടത്ത് കുടുംബ വഴക്കിനിടെ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തി. തോലന്നൂർ സ്വദേശി ചന്ദ്രികയാണ് കൊല്ലപ്പെട്ടത്. പ്രതി രാജനെ പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ തോലന്നൂരിലെ വീടിന്റെ മുകൾ നിലയിൽ നിന്ന് മകൾ താഴെ വന്ന് നോക്കിയപ്പോഴാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അച്ഛനെയും അമ്മയും കണ്ടത്. ഉടനെ പോലീസിൽ വിവരമറിയിച്ചു. ജീവനുണ്ടായിരുന്ന രാജനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചന്ദ്രികയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ്. ഭാര്യയെ കുത്തിയ ശേഷം രാജൻ സ്വയം മുറിവേൽപ്പിച്ചതാണെന്ന് സംശയമുണ്ട്. അടുത്തിടെ രാജൻ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായി നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 പാലക്കാട്.
പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില പുതിയ വിവരങ്ങൾ വരുന്നു. അതുകൂടി പ്രേക്ഷകരെ അറിയിക്കാം. അനന്തകൃഷ്ണനുമായി തെളിവെടുപ്പ്. പ്രതി അനന്തകൃഷ്ണനുമായി തെളിവെടുപ്പ് ഉടനുണ്ടാകും. പോലീസ് സംഘം മൂവാറ്റുപുഴയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കൊച്ചി പൊന്നുരുന്നിയിലെ ഓഫീസിലെത്തിക്കും. മറൈൻ ഡ്രൈവിലെ അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിലും തെളിവെടുപ്പ് നടക്കും എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. മറ്റൊന്ന് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ വലിയ ആയുധശേഖരം കണ്ടെടുത്തിട്ടുണ്ട്. 31 മാവോയിസ്റ്റുകളെ വധിച്ചിട്ടുണ്ട്. ഒപ്പം വലിയ ആയുധശേഖരം കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ബസ്തർ IG P സുന്ദർരാജ് സ്ഥിരീകരിക്കുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ എറണാകുളം നെടുമ്പാശ്ശേരിയിൽ തൊഴിൽ പീഡനമെന്ന് പരാതി. CITU നേതാവ് CM തോമസ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്ന് ജീവനക്കാരി 24-നോട്. ആരോപണങ്ങൾ CM തോമസ് തള്ളി. 8 വർഷമായിട്ട് ഈ ഞാൻ ആരോപിച്ച CM തോമസ് എന്ന് പറഞ്ഞ വ്യക്തി പല രീതിയിലും എന്നെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഷിഫ്റ്റിൽ പേരും സമയവും മാറ്റിയിടുന്നു, അധിക ജോലി ഭാരം, ലൈംഗിക ചുവയോടുള്ള സംസാരം തുടങ്ങിയ ആരോപണങ്ങളാണ് CITU നേതാവിനെതിരെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സെക്ഷനിലെ ജീവനക്കാരി ഉന്നയിച്ചത്. സ്വകാര്യ സുരക്ഷാ ഏജൻസിയിലെ ഷിഫ്റ്റ് സൂപ്പർവൈസറാണ് CM തോമസ്. മാനസിക പീഡനത്തെ തുടർന്ന് കഴിഞ്ഞ മാസം 30-ന് ജീവനക്കാരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ജീവനക്കാരുടെ പരാതിയിൽ നെടുമ്പാശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്നെ വ്യക്തിപരമായി മാത്രമാണ് ഇയാൾ ഓരോ ഷിഫ്റ്റും മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ആ ഷിഫ്റ്റിൽ എഫിഷ്യൻസായ ഒരു സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് മാറ്റണമെന്നാണ് പറഞ്ഞത്. പേഴ്സണലി എന്നോട് പറയും, നീ എനിക്ക് എന്ന് വിധേയപ്പെടുന്നോ അന്ന് വരേക്കും ഇങ്ങനെ ഷിഫ്റ്റ് ചേഞ്ചിങ് നിന്നെ നടത്തിക്കൊണ്ടിരിക്കും. അതേസമയം ജീവനക്കാരുടെ ആരോപണങ്ങൾ തള്ളുകയാണ് CM തോമസ്. ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന. ഇത് രാഷ്ട്രീയപരമായിട്ട് എന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നതാണ്. കാരണം എന്നെ പൂർണ്ണമായിട്ടും ആ കമ്പനിക്കകത്ത് ഇല്ലാതാക്കുക, അതോടെ തന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കൂടുതൽ നടപടികൾ ആവശ്യപ്പെട്ട് ജീവനക്കാരി ആലുവ റൂറൽ SP-ക്കും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകി. അന്വേഷണ വിധേയമായി CM തോമസിനെ സസ്പെൻഡ് ചെയ്തു. ജീവനക്കാരുടെ ആരോപണങ്ങൾ വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി CITU പ്രവർത്തകർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു. 24 കൊച്ചി. കോഴിക്കോട് വളയത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. വിലങ്ങാട് സ്വദേശിയായ വയോധികൻ പിടിയിലായിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് അതിന്റെ വിശദാംശങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, വിശദാംശങ്ങൾ എന്താണ് അഭിജിത്ത്? കോഴിക്കോട് വളയം സ്റ്റേഷൻ പരിധിയിൽ ശനിയാഴ്ച ഉച്ചയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഈ വിലങ്ങാട് സ്വദേശിയായ കുഞ്ഞിരാമൻ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിനകത്തേക്ക് വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് അവിടെ വെച്ച് ഇയാൾ ഈ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തി. പുറത്ത് സംഭവം പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഈ സംഭവം കുട്ടി തൻ്റെ ബന്ധുക്കളോട് പറയുകയായിരുന്നു. ബന്ധുക്കളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. നിലവിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 72-കാരനാണ് ഈ വിലങ്ങാട് സ്വദേശിയായ കുഞ്ഞിരാമൻ. ഇയാളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നത്തിന് കരുത്തേകാൻ ഹോം ലോൺ എക്സ്പോയുമായി പഞ്ചാബ് നാഷണൽ ബാങ്ക്. ദേശീയതലത്തിൽ PNB നടത്തിവരുന്ന ഹോം ലോൺ എക്സ്പോ പാലക്കാടും നടന്നു. കോർട്ട് റോഡിലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്രധാന ശാഖയിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഹോം ലോൺ എക്സ്പോ 2025 നടന്നത്. നഗരസഭാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് E കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന്റെ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഏറ്റവും അനുയോജ്യമായ പലിശ നിരക്കിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഭവന വായ്പകൾ നൽകുന്നത്. മികച്ച പ്രതികരണമാണ് 2 ദിവസമായി നടന്ന ലോൺ എക്സ്പോയ്ക്ക് ലഭിച്ചത്. വളരെ കുറഞ്ഞ പലിശ നിരക്ക് 8.4 മാത്രമാണ് ഉള്ളത്. അപ്പം കുറച്ചുകൂടി ഹൗസിംഗ് ലോൺ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ വൈഡുള്ള ഒരു പുതിയതായിട്ടുള്ളൊരു എക്സ്പോ ആണ് നടത്തിക്കൊണ്ടിരുന്നത്. കേരളത്തിലൂടെ ഉടനീളമുണ്ട്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ വൈഡാണ് നടത്തുന്നത്. ഏകദേശം 212ഓളം സെന്ററിലായിട്ട് കൂടുതലായിട്ട് കംപ്ലീറ്റ് നടത്തുന്നുണ്ട്. പ്രധാന കെട്ടിട നിർമ്മാതാക്കൾ, സോളാർ കമ്പനികൾ തുടങ്ങി വീടനുബന്ധ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും എക്സ്പോയിലുണ്ടായിരുന്നു. പുതിയ വീടുകൾ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനും വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും എക്സ്പോയിലൂടെ നൽകി. 24 പാലക്കാട്. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താമഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.